കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ആ റിപ്പോർട്ടിനകത്തുള്ളത്. 2023 ഒക്ടോബർ മാസം മുതൽ 2026 മാർച്ച് മാസം വരെ ഗാസയിൽ നടന്ന ഇസ്രായേലിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ക്രൂരതകളെക്കുറിച്ചാണ് ആ റിപ്പോർട്ട് പ്രതിപാദിക്കുന്നത്. ശ്രീനിവാസൻ മുരളീധരൻ ചെയർമാനായിട്ടുള്ള ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചില്ലെങ്കിൽ മനസാക്ഷി എന്നൊരു സംഭവം ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ ലോക മനസാക്ഷി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, പക്ഷേ അങ്ങനൊരു സംഭവമേ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. കാരണം 2023 ഒക്ടോബർ 7 ഗാസയിലെ അക്രമങ്ങൾ ഇസ്രായേൽ ആരംഭിച്ചതിന് ശേഷം 20,000-ലധികം കുട്ടികളാണ് അവർ കൊന്നുതള്ളിയത്. ഈ കുട്ടികളെല്ലാം തന്നെ കൗമാരക്കാരായ കുട്ടികളല്ല, 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. 20,000-ലധികം പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നുതള്ളി എന്നത് മാത്രമല്ല, 44,000-ലധികം പിഞ്ചു കുഞ്ഞുങ്ങൾ മാരകമായിട്ട് പരിക്കേൽക്കപ്പെടുകയുണ്ടായി. ഇതെല്ലാം ചെയ്തത് ഇസ്രായേലിൻ്റെ പട്ടാളക്കാരാണ്. കുട്ടികളെ ഏത് രീതിയിലൊക്കെയാണ് ഈ നരാധമന്മാർ ഉപദ്രവിച്ചതെന്ന് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളെ സ്നൈപ്പർ റൈഫിളുകൾ ഉപയോഗിച്ചുകൊണ്ട് വെടിവെച്ച് കൊല്ലുക, ഒരിക്കലും ജീവിതത്തിൽ തിരിച്ചു വരാനാവാത്ത വിധത്തിൽ പരിക്കേൽപ്പിക്കുക, ആക്രമിക്കുക, ലൈംഗികമായിട്ട് ഉപയോഗിക്കുക, പിഞ്ചു കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും ആശുപത്രികൾക്ക് ബോംബിടുക, സ്കൂളുകൾ അതുപോലെ കിൻഡർ ഗാർഡനുകളെല്ലാം ബോംബിട്ട് തകർക്കുക. ഇതെല്ലാം ചെയ്തത് ഇന്ന് ഐക്യരാഷ്ട്രസഭയിലുള്ള ഇസ്രായേൽ എന്ന ഒരു രാജ്യവും ആ രാജ്യത്തിൻ്റെ പടയാളികളുമാണ്. ഇപ്പോൾ പറയപ്പെടുന്നത് നമുക്കറിയാം, നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, ജൂതന്മാരെ ഹിറ്റ്ലർ കൊന്നൊടുക്കിയതിൻ്റെ ഫലമായിട്ടാണ്, ജൂതന്മാർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ എന്നൊരു രാജ്യം 1948 രൂപീകരിക്കപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഹിറ്റ്ലർ ഇത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹിറ്റ്ലർ അനേകം ലക്ഷം ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഹിറ്റ്ലറുടെ സൈന്യം പിഞ്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ അറുത്തുമുറിച്ച് കൊന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അവർ ഗ്യാസ് ചേമ്പറിലേക്ക് അയച്ചിട്ടുണ്ട്, അവർ ഒന്നായിട്ട് വലിയ വംശഹത്യകൾ നടത്തിയിട്ടുണ്ട്. ഇത് ഒരു വിനോദമെന്ന രീതിയിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുന്ന ഒരു സൈന്യം ലോകത്ത് വേറെ ഒരു രാഷ്ട്രത്തിനും ഉണ്ടാവില്ല. ഗാസയിൽ നടന്നത് ഒരു വംശഹത്യ തന്നെയാണെന്നാണ് ഹ്യൂമൻ റൈറ്റ് വാച്ച് എന്ന നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ സംഘടന വെളിവാക്കുന്നത്. വംശഹത്യയിലൂടെ ലെബനനിലെ ജനതയെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രായേൽ ഉദ്ദേശിച്ചിരുന്നത്. അതിനുവേണ്ടി അവർ കണ്ടെത്തിയ മാർഗങ്ങളാണെങ്കിൽ അതിനീചവും അതിക്രൂരവുമായിരുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു രസിക്കുന്ന ഒരു സൈന്യം, സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ച് അവരെ ശാരീരികമായി ഉപദ്രവിച്ച് സന്തോഷം കണ്ടെത്തുന്ന ഒരു സൈന്യം, അതിനെല്ലാം എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന, അതിനവരെ പ്രേരിപ്പിക്കുന്ന, കഴിഞ്ഞ 16 വർഷമായിട്ട് ഇത്തരം കൃത്യങ്ങൾ മാത്രം ഏർപ്പെട്ടിരിക്കുന്ന നെതന്യാഹു എന്ന ഭരണാധികാരി. ആധുനിക മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു അധ്യായമാണ് ഇസ്രായേൽ ഗാസയിലും ലെബനനിലും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ലെബനനിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു 2 വർഷമോ 3 വർഷമോ കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ടിനകത്ത്, മനുഷ്യാവകാശ സമിതികളുടെ റിപ്പോർട്ടിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ലെബനനിൽ ഇപ്പോഴെങ്ങനെയാണ് കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലെബനനിൽ സിവിലിയൻസ് താമസിക്കുന്ന, സാധാരണ മനുഷ്യർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ബോംബിട്ടിട്ട് അനേകം കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും അവർ കൊന്നുകഴിഞ്ഞു. ഇങ്ങനെ കൊന്നൊടുക്കിക്കൊണ്ട് ലോകം കീഴടക്കാമെന്നുള്ളത് ഹിറ്റ്ലറാണ് അത് കണ്ടുപിടിച്ചത്. ആധുനിക കാലത്ത് ഹിറ്റ്ലറാണ് അത് ചെയ്തത്. എല്ലാവരെയും കൊന്നൊടുക്കിക്കൊണ്ട് അവരുടെ ജർമ്മൻ ആധിപത്യം സ്ഥാപിക്കാമെന്നുള്ള ഒരു ശ്രമം ഹിറ്റ്ലർ നടത്തി. ആ ഹിറ്റ്ലർ നടത്തിയ ശ്രമത്തിൻ്റെ പരാജയവും നമ്മൾ കണ്ടു. ഹിറ്റ്ലർ അവസാനം പോളണ്ടും കഴിഞ്ഞ് റഷ്യയെ ആക്രമിക്കാൻ എത്തുന്നു. വിൻ്റർ വാറിൽ പൂർണ്ണമായി പരാജയപ്പെടുന്നു. അവസാനം സോവിയറ്റ് യൂണിയൻ്റെ സൈന്യം ഹിറ്റ്ലറുടെ ബങ്കറിനടുത്തെത്തിയപ്പോഴാണ് ഹിറ്റ്ലർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഇന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ ക്രൂരത കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൈന്യത്തെ എതിർക്കാൻ സോവിയറ്റ് യൂണിയൻ ഇല്ല എന്നുള്ളതാണ്.
സോവിയറ്റ് യൂണിയൻ ഇല്ല എന്നുള്ളൊരു കാരണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇസ്രായേലും അമേരിക്കയും ഇത്രയും വലിയ ക്രൂരതകൾ ലോകത്ത് കാണിച്ചു കൂട്ടുന്നത്. കാരണം നേരിട്ട് എതിർക്കാൻ ഒരു ശക്തിയില്ല. പക്ഷേ ഈ കാണിക്കുന്ന ക്രൂരതകൾ കൊടും ക്രൂരതകളാണ്. ഒരു രാജ്യമാണ് ചെയ്യുന്നത്. ഒരു തെമ്മാടി സംഘം ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ആൻറ്റി സോഷ്യൽ സംഘങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഒരു രാജ്യം എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു ഭരണഘടനക്കകത്ത് നിൽക്കുന്ന ഒരു രാജ്യം എന്ന രീതിയിൽ ഉള്ള ഒരു പ്രദേശമാണ് ഇസ്രായേൽ. ഇസ്രായേലാണ് ഇത്തരത്തിലുള്ള കൊടുംക്രൂരതകൾ ചെയ്യുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞു കഴിഞ്ഞു, തീമഴ വർഷിച്ച് ഞങ്ങൾ ലെബനനിൽ ഇല്ലാതാക്കുമെന്ന്. ഇത്തരത്തിൽ ഹിറ്റ്ലറിന് അതേ രീതിയിൽ ജൂതന്മാരെ ഹിറ്റ്ലർ കൊന്നൊടുക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു പാഠവും ജൂതന്മാർ പഠിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ തെളിയിക്കുന്നത്. നെതന്യാഹു ഇതേ രീതിയിൽ തന്നെ ഹിറ്റ്ലർ കാണിച്ചതിനേക്കാൾ ക്രൂരമായാണ് ഇപ്പോൾ ഗാസയിലെയും ലെബനനിലെയും കുട്ടികളോടും സ്ത്രീകളോടും ചെയ്യുന്നത്. ഈ ക്രൂരത ഇപ്പോഴിതാ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭ ഇതിപ്പോൾ പറയുന്നത് ഒരു പക്ഷപാതിത്വമില്ലാത്ത ഒരു സംഘടനയുടെ റിപ്പോർട്ടാണത്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്ന അവരുടെ സംഘടനയുടെ റിപ്പോർട്ടാണ് ഈ വന്നിരിക്കുന്നത്. അത് വളരെ അങ്ങേയറ്റം മനുഷ്യരെ വേദനിപ്പിക്കുന്നതാണ്, വല്ലാതെ ദുഃഖിപ്പിക്കുന്നതാണ്. കാരണം മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഇത്രയും പുരോഗതി ഉണ്ടായിട്ടും സാംസ്കാരികമായി ഇത്രയും അധപ്പതിച്ച ആളുകളും രാജ്യങ്ങളും ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. ഈ കൊലപാതകങ്ങൾ, ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കൊലപാതകങ്ങൾ ലോകചരിത്രത്തിൽ ഏറ്റവും വലിയ കറുത്ത അധ്യായമായിട്ട് എന്നും നിലനിൽക്കും. ഇനിയും ഇത് തുടരാതെ നോക്കേണ്ടത് മറ്റു ലോകരാജ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. കാരണം മനുഷ്യരാശിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണിപ്പോൾ ഗാസയിലും ലെബനനിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യുന്ന രാജ്യം അതിനെ ആ കൃത്യത്തിൽ നിന്ന് തടയുക എന്നുള്ളത് ലോക ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യമാണ്.